നമസ്തേ. നിങ്ങൾ കേൾക്കുന്നത് പ്രേം അൻമോൾ ഹോദ ഹൈവാണി. ഞാൻ നിങ്ങളുടെ ഹോസ്റ്റ് വാണി. കഴിഞ്ഞ എപ്പിസോഡിൽ സ്വപ്നിൽ ഭാരതത്തിലേക്ക് മടങ്ങുന്നതിന്റെ ദാർശനിക കാരണം വ്യക്തമാക്കിയിരുന്നു. ഇന്ന് നിങ്ങൾ കേൾക്കും സ്വപ്നിലിന്റെ അസാധാരണ പ്രണയത്തിന്റെ അന്തിമ തെളിവ്, പപ്പയുടെ മുന്നിൽ സ്വപ്നിൽ നടത്തുന്ന ഔദ്യോഗികമായ ആലോചന, പിന്നെ എന്റെ എല്ലാ ആശങ്കകളും ദൂരീകരിച്ച് ഞങ്ങളുടെ ലോക നിശ്ചയം നടന്ന ആ ശുഭനിമിഷം. അസാധാരണ പ്രണയത്തിന്റെ സാക്ഷ്യം. വിവേകത്തിന്റെ പരീക്ഷണം. അമേരിക്കൻ മാലിന്യമായി അമേരിക്കൻ ഗാർബേജ് മാറാൻ ആഗ്രഹിക്കുന്നില്ല എന്ന സ്വപ്നിലിന്റെ തീരുമാനത്തെ അമ്മായി അൽക്കമാം പരീക്ഷിച്ചു. തന്റെ ഭാരതത്തിലേക്കുള്ള മാറ്റം അമേരിക്കയ്ക്കും ഭാരതത്തിനും ഒരുപോലെ അഭിമാനകരമായിരിക്കുമെന്ന് സ്വപ്നിൽ മറുപടി നൽകി. അതിൽ അമ്മായി തൃപ്തയായി. അഭിമാനകരമായ പ്രണയം. അമേരിക്ക ഉപേക്ഷിച്ച് ഭാരതത്തിലേക്ക് വരാനുള്ള സ്വപ്നിലിന്റെ തീരുമാനം എന്നോടുള്ള അസാധാരണ പ്രണയത്തിന്റെ അടയാളമായിരുന്നു. എനിക്ക് തോന്നി, ഇത്രയേറെ പ്രണയിക്കുന്ന ഒരു ഭർത്താവിന് ലഭിക്കാൻ ചില പെൺകുട്ടികൾക്ക് മാത്രമേ ഭാഗ്യമുണ്ടാകൂ. ഭൂതകാല ബോധം. എന്റെ മനസ്സ് ശാന്തമായിരുന്നു. വിവാഹം കഴിക്കേണ്ട എന്ന എന്റെ പഴയ തീരുമാനം എന്റെ അപക്വതയുടെയും അനുഭവപരിചയമില്ലായ്മയുടെയും അടയാളമാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. സ്വപ്നിലിനെ യോഗ്യയാക്കി എന്നെ മാറ്റിയ എല്ലാ സാഹചര്യങ്ങളെയും ഞാൻ സ്വീകരിച്ചു. വൈകാരികമായ സ്വീകരണവും ഔദ്യോഗിക ആലോചനയും. പ്രതീക്ഷിക്കാത്തത്. 2 ദിവസത്തിനു ശേഷം ഞങ്ങൾ അൽക്കമാമിന്റെ വീട്ടിലെത്തി. വാതിലിൽ സ്വപ്നിൽ സ്വാഗതം ചെയ്യാൻ നിൽക്കുന്നത് ഞാൻ കണ്ടു. പപ്പ അകത്തേക്ക് പോയ ശേഷം പാശ്ചാത്യ രീതിയിൽ എന്നെ ആലിംഗനം ചെയ്ത് ഇരുകവിളുകളിലും ഉമ്മ നൽകി സ്വപ്നിൽ എന്നെ വരവേറ്റു. ദതുപുത്രൻ അകത്ത്. സ്വപ്നിലിന്റെ മുത്തച്ഛനും മുത്തശ്ശിയും ഞങ്ങളെ പൊതിഞ്ഞു. സ്വപ്നിൽ ഭാരതത്തിൽ നിൽക്കാൻ തീരുമാനിച്ചതിനാൽ അവനെ ദതുപുത്രനായി സ്വീകരിക്കാൻ മുത്തച്ഛൻ അൽക്കമാമിനോട് ആവശ്യപ്പെട്ടു. ആലോചനയും സമ്മതവും. എന്റെ മുന്നിൽ മുട്ടുകുത്തി നിന്ന് സ്വപ്നിൽ പറഞ്ഞു, നീരജ് അങ്കിളിന്റെ സമ്മതമുണ്ടെങ്കിൽ എനിക്ക് വാണിയെ വിവാഹം കഴിക്കണമെന്നുണ്ട്. പപ്പ അഭിമാനത്തോടെ പറഞ്ഞു, ഈ ബന്ധം ഞങ്ങൾക്ക് സൗഭാഗ്യവും അഭിമാനവുമാണ്. രോഗസഫലം. ഞാൻ അത്ഭുതപ്പെട്ടു നിൽക്കുമ്പോൾ സ്വപ്നിൽ എന്റെ വിരലിൽ വിലപിടിപ്പുള്ള മോതിരമണിയിച്ചു. ഞാൻ അവന്റെ വിരലിലും മോതിരമണിയിച്ച് രോഗ ചടങ്ങുകൾ പൂർത്തിയാക്കി. ജീവിതത്തിന്റെ പുതിയ പാത. ആനന്ദവും ലാളിത്യവും. ഞാൻ എന്റെ ആനന്ദത്തിൽ മുഴുകിയിരുന്നു. എന്റെ ആഗ്രഹം നടക്കുന്നു എന്ന് ഉറപ്പാക്കുമ്പോഴും ഈ പ്രയാസകരമായ കാര്യം, സ്വപ്നിലിന്റെ പ്രണയം എത്ര ലളിതമായാണ് എല്ലാവരുടെയും മുന്നിൽ അവതരിപ്പിച്ചത് എന്ന് ഞാൻ അത്ഭുതപ്പെട്ടു. പുതിയ ഭാവി. സ്വപ്നിൽ ഭാരതീയ പൗരത്വം സ്വീകരിക്കാനും അൽക്കമാമിന്റെ ബിസിനസ് പഠിച്ച് ശരിയായ സമയത്ത് അത് ഏറ്റെടുക്കാനും കുടുംബം തീരുമാനിച്ചു. ബന്ധത്തിലെ മാറ്റം. ഉച്ചഭക്ഷണത്തിനു ശേഷം അമ്മായി, ഇപ്പോൾ സ്വപ്നിലിന്റെ അമ്മ, പപ്പയോട് പറഞ്ഞു, നീരജ് ജി, ഇപ്പോൾ വാണി എന്റെ മകളാണ്. അവളുടെ ശബ്ദത്തിൽ നിന്ന് എന്നെ അമ്മ എന്ന് വിളിക്കുന്നത് കേൾക്കാൻ എനിക്ക് വലിയ ആഗ്രഹമാണ്. അവിവാഹിതയായി തുടരും എന്ന എന്റെ ശപഥം തകർന്നു. എനിക്ക് വേണ്ടി എന്റെ പ്രണയം സ്വപ്നിൽ തന്റെ രാജ്യം ഉപേക്ഷിച്ചു വന്നു. എന്റെ ജീവിതത്തിലെ എല്ലാ സങ്കീർണതകളും പ്രണയവും അചഞ്ചലമായ സമർപ്പണവും കൊണ്ട് പരിഹരിക്കപ്പെട്ടു. പ്രണയത്തിന്റെ ശക്തിയും ഭാഗ്യത്തിന്റെ തുണയും. പ്രേം അൻമോൾ ഹോദ ഹൈവാണി യിൽ നിങ്ങൾ കേൾക്കും. എപ്പിസോഡ് 65. ഗംഗയെ തിരിച്ചൊഴുക്കിയ പ്രണയം. ദതുപുത്രൻ രോഗയുടെ സന്തോഷകരമായ സമാപ്തി. സ്വപ്നിൽ അല്പനേരം ആലോചിച്ചു പറഞ്ഞു, ഞാൻ എന്നെ തന്നെ തിരുത്തിയിരുന്നില്ലെങ്കിൽ ഭാരതത്തിലേക്ക് വരാൻ യോഗ്യനായ ഒരാളാകില്ലായിരുന്നു. എന്തിനാണ് ഒരു അമേരിക്കൻ മാലിന്യം ഭാരതത്തിൽ നിക്ഷേപിക്കുന്നത്? അത് അവിടെ തന്നെ നിക്ഷേപിക്കപ്പെടണം. ഇപ്പോൾ ഞാൻ ഒരു നല്ല മനുഷ്യനായ സാഹചര്യത്തിൽ എന്റെ ഈ മടങ്ങിവരവ് 2 രാജ്യങ്ങൾക്കും അഭിമാനമാണ്. അമേരിക്ക അതിന്റെ ഏറ്റവും മികച്ചത് ഭാരതത്തിന് നൽകുന്നു. അതിലൂടെ ഭാരതത്തിന് ഗുണമുണ്ടാകും. സ്വപ്നിൽ അമ്മായിയുടെ പരീക്ഷയിൽ വിജയിച്ചു. ഇപ്പോൾ അമ്മായി തൃപ്തയാണെന്ന് തോന്നുന്നു. മകനെ, നീ അങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ വാണി ആഗ്രഹിച്ചതുപോലെ നിങ്ങളെ വിവാഹം കഴിപ്പിച്ച് ഭാരതത്തിൽ നിർത്താനുള്ള തീരുമാനത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു എന്ന് മാം പറഞ്ഞതോടെ വീഡിയോ അവസാനിച്ചു. വീഡിയോയിലൂടെ വ്യക്തമായത്, സ്വപ്നിൽ അമേരിക്ക വിട്ടു ഭാരതത്തിൽ വരാൻ തീരുമാനിച്ചു. ഇന്ത്യൻ യുവാക്കൾ അമേരിക്കയിലേക്ക് പോകാൻ മത്സരിക്കുന്ന ഈ കാലത്ത് സ്വപ്നിലിന്റെ തീരുമാനം ഗംഗയെ തിരിച്ചൊടുക്കുന്നത് പോലെയാണ്. ഈ തീരുമാനം സ്വപ്നിൽ എന്നെ എത്രമാത്രം സ്നേഹിക്കുന്നു എന്ന് കാണിക്കുന്നു. ഇങ്ങനെയുള്ള ഭർത്താവിന് ലഭിക്കുന്നത് അപൂർവം പെൺകുട്ടികൾക്ക് മാത്രമാണ്. ആ ഭാഗ്യവതികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ കഴിഞ്ഞതിൽ എനിക്ക് അഭിമാനമുണ്ട്. കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി എന്റെ രാത്രികൾ ആശങ്കകളിലായിരുന്നു. എന്നാൽ ഇന്ന് ഞാൻ ശാന്തയാണ്. എനിക്കറിയാത്ത നേരത്ത് പപ്പയും അൽക്കമാമും സ്വപ്നിലും ഞങ്ങൾക്കായി പ്രവർത്തിക്കുകയായിരുന്നു. സ്വപ്നിലിന്റെ മാതാപിതാക്കളുടെയും പരാഗിന്റെയും സമ്മതമില്ലാതെ അവന് ഈ തീരുമാനമെടുക്കാനാവില്ല. അതിനർത്ഥം അവരും ഈ ബന്ധത്തിന് അനുകൂലമാണെന്നാണ്. അവിവാഹിതയായി തുടരും എന്ന എന്റെ പഴയ തീരുമാനം എന്റെ അപക്വമായ ചിന്തയായിരുന്നു എന്ന് ഞാൻ ആലോചിക്കുന്നു. അനുഭവപരിചയമില്ലാത്തതുകൊണ്ട് തോന്നിയതാവാം അത്. സ്വപ്നിലിനെപ്പോലെ ഒരാൾ എന്റെ ജീവിതത്തിലേക്ക് വരുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല. അവനെ കണ്ടുമുട്ടിയതോടെയാണ് എന്റെയുള്ളിൽ ഉറങ്ങിക്കിടന്ന വികാരങ്ങൾ ഉണർന്നത്. സ്വപ്നിലിനെ കണ്ടില്ലായിരുന്നെങ്കിൽ അത് എന്നും ഉറങ്ങിക്കിടന്നേനെ. പണ്ട് ഞാൻ പ്രയാസങ്ങളായി കണ്ടിരുന്ന കാര്യങ്ങൾ ഇന്ന് എനിക്ക് വളക്കൂറുള്ള മണ്ണും വായുവും വെള്ളവും പോലെ തോന്നുന്നു.
അവയുടെ സാന്നിധ്യത്തിലാണ് മണ്ണിൽ വിത്തുകൾ മുളച്ചു വലിയ വൃക്ഷമാകുന്നത്. അതുപോലെ ആ സാഹചര്യങ്ങളാണ് എന്നെ സ്വപ്നിലിന്റെ പ്രണയത്തിന് യോഗ്യയാക്കിയത്. ഞാനും ഇത്തരം സാഹചര്യങ്ങളിലൂടെയാണ് വളർന്നതും സംസ്കരിക്കപ്പെട്ടതും. പ്രണയം എപ്പോഴും എനിക്ക് ചുറ്റുമുണ്ടായിരുന്നു, എങ്കിലും ഞാൻ ആരെയും സ്നേഹിച്ചിരുന്നില്ല. ഇതെല്ലാം ദൈവനിശ്ചയമായി എനിക്ക് തോന്നുന്നു. ഞാൻ ഇങ്ങനെ ആയിരുന്നില്ലെങ്കിൽ ആയിരക്കണക്കിന് മൈലുകൾക്കപ്പുറമുള്ള സ്വപ്നിലിന്റെ ഹൃദയത്തിൽ രാജ്ഞിയായി ഇരിക്കാൻ എനിക്ക് കഴിയില്ലായിരുന്നു. എന്റെ ലാളിത്യം മറ്റുള്ളവർക്ക് നിസ്സഹായയായി തോന്നിയേക്കാം, പക്ഷേ അതേ ലാളിത്യമാണ് സ്വപ്നിലിനെ ആകർഷിച്ചത്. എന്നെ സ്വന്തമാക്കാൻ അമേരിക്ക വിട്ട് ഭാരതത്തിൽ വരാൻ അവൻ തയ്യാറായത് എന്റെ ആഗ്രഹത്തെ മാനിച്ചുകൊണ്ടാണ്. ഇനി സ്വപ്നിലിനെ എന്ന് കാണാൻ കഴിയുമെന്ന കാത്തിരിപ്പിലാണ് ഞാൻ. 2 ദിവസത്തിനു ശേഷം പപ്പയെയും എന്നെയും അൽക്കമാം ഭക്ഷണത്തിന് ക്ഷണിച്ചു. ഞങ്ങൾ മാമിന്റെ വീട്ടിലെത്തി. വാതിലിൽ സ്വപ്നിൽ സ്വാഗതം ചെയ്യാൻ നിൽക്കുന്നത് ഞാൻ കണ്ടു. അവൻ പപ്പയുടെ കാൽത്തൊട്ട് വന്ദിച്ചു. പപ്പ അകത്തേക്ക് പോയ ഉടനെ സ്വപ്നിൽ എന്നെ ആലിംഗനം ചെയ്ത് കവിളുകളിൽ ഉമ്മ നൽകി സ്വീകരിച്ചു. ഇത് എനിക്ക് വലിയ സന്തോഷം നൽകിയെങ്കിലും പ്രതീക്ഷിക്കാത്തതുകൊണ്ട് ഞാൻ തല താഴ്ത്തി പുഞ്ചിരിച്ചു നിന്നു. അവിടെയുള്ള ജോലിക്കാർക്ക് എന്നെ അറിയാമായിരുന്നു. പപ്പയുടെ കണ്ണ് വെട്ടിച്ച് സ്വപ്നിൽ എന്നെ സ്വീകരിച്ചപ്പോൾ ചുറ്റുമുള്ളവരെ അവൻ കാര്യമാക്കിയില്ല. കുറെ ദിവസങ്ങൾക്ക് ശേഷം സ്വപ്നിലിനെ ഇത്രയടുത്ത് നിൽക്കുമ്പോൾ എന്റെ ദേഹത്ത് ഒരു വിറയൽ പോലെ തോന്നി. അൽക്കമാമിനും പപ്പയ്ക്കുമൊപ്പം മുത്തച്ഛനും മുത്തശ്ശിയും ഞങ്ങളുടെ മേൽ പൂക്കൾ വർഷിച്ചു. അപ്പോൾ അവിടെ നാ കജരേക്കി ദാർ എന്ന സംഗീതം മെല്ലെ ഒഴുകുന്നുണ്ടായിരുന്നു. എല്ലാവരും മുഖാമുഖം ഇരുന്നു. മാം സ്വപ്നിലിനെയും എന്നെയും തന്റെ ഇരുവശങ്ങളിലായി ഇരുത്തി. ഞങ്ങളുടെ പേരക്കുട്ടി സ്വപ്നിൽ അമേരിക്ക വിട്ടു ഭാരതത്തിൽ നിൽക്കാൻ തീരുമാനിച്ചു. അവൻ അത് പറഞ്ഞപ്പോൾ എന്റെ മകൾ അൽക്കയോട് അവനെ ദത്തെടുക്കാൻ ഞാൻ ആവശ്യപ്പെട്ടു എന്ന് മുത്തച്ഛൻ പപ്പയോട് പറഞ്ഞു. ഇത് വലിയ സന്തോഷമുള്ള കാര്യമാണ് എന്ന് പപ്പ കൈയടിച്ചു. അറിയാതെ ഞാനും കൈയടിച്ചുപോയി. അവിടെയുണ്ടായിരുന്നവരെല്ലാം സന്തോഷത്തോടെ കൈയടിച്ചു ഞങ്ങളെ സ്വാഗതം ചെയ്തു. ഈ വിവരം മറ്റാരെയും അറിയിച്ചിട്ടില്ല. നീരജ് ജിയോടും വാണിയോടും ആദ്യം പറയുന്നത് സ്വപ്നിലിന് ഒരു ശുഭകാര്യം കൂടി ചെയ്യാനുണ്ട് എന്നതുകൊണ്ടാണ് എന്ന് പറഞ്ഞ് മുത്തച്ഛൻ സ്വപ്നിലിനെ നോക്കി. എനിക്ക് നീരജ് അങ്കിളിന്റെ സമ്മതത്തോടെ വാണിയെ വിവാഹം കഴിക്കണമെന്നുണ്ട് എന്ന് പറഞ്ഞ് സ്വപ്നിൽ പപ്പയുടെ മുഖത്തേക്ക് അനുവാദത്തിനായി നോക്കി. ഇത്രയും യോഗ്യനായ ഒരു വരനെ മകൾക്ക് ലഭിക്കുന്നതിൽ ഏതു പിതാവാണ് സന്തോഷിക്കാത്തത്? ഈ ബന്ധം ഞങ്ങൾക്ക് വലിയ അഭിമാനമാണ് എന്ന് പപ്പ സന്തുഷ്ടനായി പറഞ്ഞു. അപ്പോൾ എന്റെ ഉള്ളിലൊരു ചിന്ത വന്നു. പപ്പയ്ക്ക് സ്വപ്നിലിന്റെ ഭൂതകാലത്തെക്കുറിച്ച് അറിയാമോ എന്ന് ഞാൻ സംശയിച്ചു. ഈ സമയം എല്ലാവരും എന്നെ തന്നെയാണ് നോക്കുന്നത്. എന്ത് പറ്റി വാണി, എന്തിനാണ് ഇങ്ങനെ സംശയിച്ചു നിൽക്കുന്നത് എന്ന് മുത്തശ്ശി ചോദിച്ചു. ഇപ്പോൾ കാണുന്നതും കേൾക്കുന്നതും എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല എന്ന് ഞാൻ എന്റെ മനസ്സ് തുറന്നു പറഞ്ഞു. വാണി, നീ എനിക്ക് വേണ്ടി മാത്രം ജനിച്ചവളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിനക്കും എന്നെക്കുറിച്ച് അങ്ങനെ തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചു സ്വപ്നിൽ എല്ലാവരുടെയും മുന്നിൽ മുട്ടുകുത്തി നിന്നു. ഇത് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത നിമിഷമായിരുന്നു. ഞാൻ ആശ്ചര്യത്തോടെ എഴുന്നേറ്റ് സ്വപ്നിലിന്റെ കൈകളിൽ പിടിച്ചു അവനെ എഴുന്നേൽപ്പിച്ചു. അതെ സ്വപ്നിൽ, കണ്ടുമുട്ടിയപ്പോൾ മുതൽ ദൈവം നിന്നെ എനിക്ക് വേണ്ടിയാണ് സൃഷ്ടിച്ചതെന്ന് എനിക്കും തോന്നിയിട്ടുണ്ട് എന്ന് ഞാൻ മറുപടി നൽകി. പപ്പ അവിടെയുണ്ടെന്നതുപോലും ഞാൻ മറന്നുപോയി. അപ്പോൾ സ്വപ്നിൽ തന്റെ പോക്കറ്റിൽ നിന്ന് ഒരു ബോക്സ് എടുത്ത് അതിലുണ്ടായിരുന്ന മോതിരം എന്റെ വിരലിൽ അണിയിച്ചു. എല്ലാവരും കൈയടിച്ചു. ആ സമയം അൽക്കമാം എനിക്കൊരു മോതിരം നൽകി. ഞാനത് വാങ്ങി സ്വപ്നിലിന്റെ വിരലിൽ അണിയിച്ചു. വീണ്ടും എല്ലാവരും കൈയടിച്ചു. അങ്ങനെ ലളിതമായി ഞങ്ങളുടെ ചടങ്ങുകൾ അവസാനിച്ചു. ഞങ്ങൾ മുതിർന്നവരുടെയെല്ലാം കാലുതൊട്ട് അനുഗ്രഹം വാങ്ങി. ഭക്ഷണസമയത്തും എല്ലാവരും സന്തോഷത്തോടെ ഇരുന്ന് സംസാരിക്കുകയായിരുന്നു. എന്റെ മനസ്സ് ഇതൊന്നുമല്ലായിരുന്നു. സ്വപ്നിലിന്റെ പ്രണയം എല്ലാ പ്രയാസങ്ങളെയും എത്ര ലളിതമായാണ് പരിഹരിച്ചതെന്ന് ഞാൻ അത്ഭുതപ്പെട്ടു. സത്യത്തിൽ ഇതൊരു വലിയ കാര്യമാണ്, പക്ഷേ അവൻ അത് എല്ലാവർക്കും മുന്നിൽ എളുപ്പമാക്കി. സ്വപ്നിലിനെപ്പോലെ ഒരാളെ ലഭിക്കുന്നത് എന്റെ വലിയ ഭാഗ്യമാണ്. ഈ സമയം ആരും എന്നെ ശല്യപ്പെടുത്തിയില്ല. എന്റെ സന്തോഷത്തിൽ അവർ തടസ്സം വരുത്താൻ ആഗ്രഹിച്ചിരുന്നില്ല. സ്വപ്നിലിന്റെ പൗരത്വത്തെക്കുറിച്ചും മാമിന്റെ ബിസിനസ് അവൻ ഏറ്റെടുക്കുന്നതിനെക്കുറിച്ചും അവർ ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു. അമ്മായിയെ സഹായിച്ച് അവൻ പതുക്കെ കാര്യങ്ങൾ പഠിക്കുമെന്ന് തീരുമാനിച്ചു. നീരജ് ജി, ഇപ്പോൾ വാണി എന്റെ മകളാണ്. അവൾ എന്നെ അമ്മ എന്ന് വിളിക്കുന്നത് കേൾക്കാനാണ് എന്റെ ആഗ്രഹം എന്ന് മാം ഞങ്ങളെ യാത്രയാക്കുമ്പോൾ പറഞ്ഞു. സമാലോകനം. പ്രിയ ശ്രോതാക്കളെ, എപ്പിസോഡ് 65 പ്രണയവും വിധിയും ഒരുപോലെ സമ്മേളിച്ച ഒരു അധ്യായമാണ്. ജീവിതത്തിലെ പ്രയാസങ്ങളാണ് നമ്മളെ ഇത്രയേറെ ഉയരത്തിലെത്തിക്കുന്നത്. ചടങ്ങോടെ വാണിയുടെ ജീവിതത്തിൽ പുതിയൊരു പ്രഭാതം ഉദിച്ചിരിക്കുന്നു. എപ്പിസോഡ് 65 അവസാനിച്ചു.